നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് സുകുമാരൻ നായർ പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷവേദിയിൽ പറഞ്ഞു. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ഈ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ട് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ. കാലാകാലങ്ങളിൽ നിലനിന്ന് പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കാൻ എന്തിനാണ് പറയുന്നത്? ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലാത്തതായിരുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ ഹൈന്ദവ സമൂഹത്തിന് അവകാശമുണ്ട്. എത്രയോ കാലം മുമ്പ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കാരം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ നടപ്പിലാക്കിക്കൊള്ളൂ. ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇങ്ങനെയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഉടുപ്പിട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ പോകണം, അല്ലാത്തത് നിർബന്ധിക്കരുതെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ എല്ലാവരും ഉടുപ്പിട്ടാണ് പോകുന്നത്. അത് അവിടുത്തെ രീതി. ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഒന്നും പറ്റില്ല എന്ന ചിലരുടെ പിടിവാശി അംഗീകരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉടുപ്പ് അഴിച്ചുകൊണ്ടേ ക്ഷേത്രങ്ങളിൽ കയറാവൂ എന്ന നിർബന്ധ ബുദ്ധി തിരുത്തിയേ മതിയാവൂ എന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ആദ്യം അഭിപ്രായപ്പെട്ടത്. ഈ തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഉടുപ്പ് അഴിക്കണമെന്ന നിർബന്ധം ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലുണ്ട്. ഇത് തിരുത്തിയേ മതിയാവൂ. കാരണം ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് സവർണർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ പൂണൂലുള്ളവരെ തിരിച്ചറിയാനാണ് ഉടുപ്പഴിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമാകാം എന്ന് മഹാകവി കുമാരനാശാൻ എഴുതിയതുപോലെ ഈ അന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹത്തിലുള്ളവരും മുറുകെ പിടിക്കുന്നു. അവരിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികരുമുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി ശ്രീനാരായണ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണം. ഗുരുദേവൻ എടുത്തുകളഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിക്കണമെന്ന സമ്പ്രദായം തിരുത്തിയേ മതിയാവൂ എന്ന് ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശം വലിയ സാമൂഹ്യ ഇടപെടലെന്ന് പ്രശംസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വാമി സച്ചിദാനന്ദയുടെ അധ്യക്ഷ പ്രസംഗത്തിന് പിന്നാലെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആമുഖമായിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമൂഹ്യ ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദേശമാണ് സ്വാമി സച്ചിദാനന്ദയിൽ നിന്നുണ്ടായത്. ഗുരുവിന്റെ സത്പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ ഈ നിർദ്ദേശം സ്വാമി സച്ചിദാനന്ദ വെച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ്. ആരെയും നിർബന്ധിക്കേണ്ടതില്ല. പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റ് ആരാധനാലയങ്ങളും ആ മാതൃക പിന്തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയും ജി സുകുമാരൻ നായർ രംഗത്ത് വന്നിരുന്നു. മന്നം ജയന്തി ആഘോഷ ഉദ്ഘാടകനായി നേരത്തെ തീരുമാനിച്ചത് അറ്റോർണി ജനറലിനെയാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിലും അർഹനായ ആളെയാണ് ഉദ്ഘാടനത്തിനായി കിട്ടിയതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. പരിപാടിക്ക് രമേശിനെ വിളിച്ചപ്പോൾ കൃതജ്ഞത പറയാനായാലും താൻ എത്തുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. രമേശിന്റെ വരവിനെ വിവാദമാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു. നായർ സർവീസ് സൊസൈറ്റിയിലെ ഒരു നായർ വന്നാലേ അവർക്ക് കുഴപ്പമുള്ളൂ, മറ്റാര് വന്നാലും മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാറില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കോൺഗ്രസ് എന്ന മുദ്രയിലല്ല രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി ക്ഷണിച്ചത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് നായന്മാർക്ക് നേട്ടമുണ്ടാക്കാനല്ല. കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ് രമേശ് ചെന്നിത്തല. NSSന്റെ സന്തതിയാണ് രമേശ് ചെന്നിത്തലയെന്നും സുകുമാരൻ നായർ പറഞ്ഞു.